എത്താം ചർച്ചയിലേക്ക്. ബിന്ദു മറുപടി നൽകാം രാഹുലിന്റെ പരിഹാസത്തിന്. എനിക്ക് അതിനു മുന്നേ പറയാനുള്ളത്, രാഹുൽ ഈശ്വറിന്റെ പരിഹാസം എല്ലാ ചർച്ചകളിലും മറ്റുള്ളവരെ രാഹുൽ ഈശ്വറിന്റെ ഒരു ആക്ടിവിസ്റ്റിനെ വിശ്വാസിയാക്കി അതിന് സാധിച്ചു എന്നതിൽ സന്തോഷമുണ്ടെന്നാണ് രാഹുൽ പറയുന്നത്. ഇവിടെ നമുക്കറിയാം, ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ഒരു നവോത്ഥാന പ്രക്രിയയിലെല്ലാം തന്നെ കടുത്ത വിശ്വാസികളായ ആളുകളല്ല മാറ്റത്തിന് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ആ ഒരു ചരിത്രം രാഹുൽ ഈശ്വർ മറക്കരുതെന്ന് എനിക്ക് പറയാനുണ്ട്. പിന്നെ ഞാൻ വിശ്വാസിയാണോ അല്ലയോ എന്നുള്ളത് രാഹുൽ ഈശ്വറിന് എങ്ങനെ അറിയാം? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഞാനൊരു ദളിതാണ്, എൻ്റെ വിശ്വാസം ഇവിടെയുള്ള കാസ്റ്റ് ഹിന്ദുവിൻ്റെ വിശ്വാസത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. പിന്നെ രാഹുൽ ഈശ്വർ പറഞ്ഞു ഇവിടെ ചില ആചാരങ്ങളും അനാചാരങ്ങളും, ബ്രാഹ്മണ ഹത്യ പാപം, ബ്രാഹ്മണ സ്ത്രീ പൂജിക്കപ്പെടണം, ബ്രാഹ്മണർക്ക് ഗോദാനം ചെയ്യണം, ഇതൊക്കെ ആചാരങ്ങളായിട്ട് കണക്കാക്കുന്ന രാഹുൽ ഈശ്വർ. അതേപോലെ തന്നെ ബ്രാഹ്മണ സ്ത്രീകൾക്ക് ഒരാൾക്ക് മാത്രം വിവാഹം, പുരുഷൻ ഒരാൾക്ക് കല്യാണം കഴിക്കാൻ, ബാക്കിയുള്ളവർക്ക് സംബന്ധം, അതേപോലെ കടൽ കടന്നു പോയാൽ ആ ജാതിയിൽ നിന്ന് പുറത്താവും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനാചാരം. അപ്പൊ സൗകര്യപൂർവ്വം ആചാരങ്ങളെ അനാചാരങ്ങളെ വേർതിരിച്ച് കാണുന്ന വ്യക്തിയാണ് ഈ രാഹുൽ ഈശ്വരൻ. നമുക്കത് വളരെ കൃത്യമായിട്ട് പലയിടത്തും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന രാഹുൽ ഈശ്വരൻ ഇപ്പോൾ വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് ബാക്കിയുള്ള ചർച്ചകളിലെ പോലെ അല്ല ഇന്നത്തെ ചർച്ചയിൽ. എന്തുകൊണ്ടാണ്? ഇവിടെ കൃത്യമായിട്ട് രാഹുൽ ഈശ്വരനും കൂട്ടാളികൾക്കും അടികിട്ടിയിട്ടുണ്ട്. ഇന്ന് സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ള വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഈശ്വരന് 50-50 എന്നുള്ളൊരു നിലപാടിലേക്ക് വരേണ്ടി വന്നു. ഇത്രയും നാൾ അങ്ങനെയല്ല പറഞ്ഞുകൊണ്ടിരുന്നത്, ഞങ്ങൾ ജയിക്കും, ഞങ്ങൾക്ക് അനുകൂലമായ വിധി കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആള് 50-50 എന്നുള്ളൊരു നിലപാടിലേക്ക്. അപ്പോൾ ഇനി അടുത്ത വിധി വരുമ്പോഴത്തേക്ക് 50-50 എന്നുള്ളത് മാറിയിട്ട് 0-100 എന്നുള്ളൊരു നിലപാടിലേക്ക് രാഹുൽ ഈശ്വരന് വരേണ്ടി വരും. അത് കൃത്യമായിട്ട് ഇന്ന് സുപ്രീം കോടതിയുടെ പല പരാമർശങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ വിശ്വാസി എന്ന് പറയുന്നത് രാഹുൽ ഈശ്വരന്റെ കൂടെയുള്ള കുറച്ച് ആളുകളും രാഹുൽ ഈശ്വരനും മാത്രമല്ല, അതിന് പുറത്ത് ഒരുപാട് ആളുകൾ ചേർന്നതാണ് വിശ്വാസികൾ. ഈ വിശ്വാസികളുടെ വിശ്വാസത്തെ അങ്ങനെ കുത്തകയായിട്ട് കയ്യിലെടുത്ത് എല്ലാവർക്കും വേണ്ടി നിൽക്കാന്ന് പറയുന്നത് വെറും വ്യാമോഹം മാത്രമാണ്. നാളെ ഈ പറയുന്ന രാഹുൽ ഈശ്വരൻ തെരുവിലിറക്കിയിരിക്കുന്ന നാമജപക്കാരാണ്, അവരിൽ ഉൾപ്പെട്ട സ്ത്രീകളാണ് ഈ ശബരിമലയിലേക്ക് പോകാൻ പോകുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ. ഇനി ഒരു കൊല്ലം ഒന്ന് കഴിഞ്ഞോട്ടെ, ഈ പറയുന്ന രാഹുൽ ഈശ്വരന്റെ കൈപ്പിടിയിലൊക്കെ ഒതുക്കി നിർത്തിയേക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഈ ആളുകൾ അങ്ങനെ ഒരുപാട് കാലമൊന്നും അവരെ കബളിപ്പിച്ച് നിർത്താൻ പറ്റത്തില്ല, കളവ് പറഞ്ഞ് നിർത്താൻ പറ്റില്ല. അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ കബളിപ്പിക്കൽ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ വോട്ട് രാഷ്ട്രീയം കളിക്കുകയാണ്, ഇവിടെ സംഘപരിവാറിന് ചുവടുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാണ് നടത്തുന്നത്. അതാണ് കൃത്യമായിട്ട് നിങ്ങളുടെ പാർട്ടികൾ, BJP പോലെയുള്ള, RSS പോലെയുള്ള, കോൺഗ്രസ് പോലെയുള്ള പാർട്ടികളെ, ഇവരുടെ മറ്റു ചില പാർട്ടികളിലെ MLA-മാർ MP-മാർ ഒക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ഈ വിധി വന്ന സമയത്ത് വിധി അംഗീകരിക്കാനുണ്ടായത്. അതിനുശേഷം മാത്രമാണ് ഇവർക്കൊക്കെ ഒരു വെളിപാടുണ്ടാകുകയും ഇത് വോട്ട് രാഷ്ട്രീയം വരുന്ന ഇലക്ഷനിൽ ഇതിനകത്ത് എൻ്റെ ബഹുമാനപ്പെട്ട് ഇതിനകത്ത് ഇരിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട്, ഇവരൊക്കെ പറയുന്ന പോലെ തന്നെ വോട്ട് നേടാനുള്ള ഒരു കളിയായിട്ടായിരുന്നു ഇതിനെ കണ്ടത്. പക്ഷേ അത് നടക്കില്ല. കേരള സമൂഹത്തിലെ പുരോഗമനകാരികളായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികള്, നിങ്ങളെ പോലെയുള്ള ആളുകളെ ഈ സമൂഹത്തിൽ നിന്ന് തൂത്തെറിയ തന്നെ. ഞാനൊരു CPM-കാരിയല്ല, ഞാനൊരു CPI-കാരിയല്ല, ഞാനൊരു വ്യവസ്ഥാപിത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആളല്ല, പക്ഷെ ഞാനൊരു ലിബറൽ ലെഫ്റ്റ് ആണ്. ഞാൻ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താൻ നിൽക്കും, പക്ഷെ ഞാനൊരു പാർട്ടി, ഇന്ന് വ്യവസ്ഥാപിത പാർട്ടിയിൽ ഉൾപ്പെട്ട ആളല്ല. നിങ്ങൾ ആരോപിക്കുന്നത് പോലെ നിങ്ങൾ മറ്റു പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ടായി പാർട്ടി സ്പോൺസേഡ് ആണെന്ന്. പാർട്ടിയുമായിട്ട് എൻ്റെ കഴിഞ്ഞ കാല ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള CPM-ആയിട്ടോ CPI ആയിട്ടോ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള ബന്ധമില്ലാത്ത ഒരാളാണ് ഞാൻ. എന്നെ നിങ്ങൾ പാർട്ടിക്കാരിയെന്നും പാർട്ടി സ്പോൺസേഡെന്നും, നിങ്ങളെ പോലെ കൾച്ചർ ഇല്ലാത്ത കുറച്ച് ആളുകൾ നിങ്ങൾ സൈബർ അറ്റാക്ക് നടത്താൻ, നിങ്ങൾ നോക്കൂ എന്തൊക്കെയാണ് പറയുന്നത്. ഈ വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഈ ആളുകൾ, അവരുടെ ലാംഗ്വേജ് നോക്കൂ, സംസ്കാരശൂന്യമായിട്ടുള്ള ഭാഷയിലൂടെ സുപ്രീം കോടതിയിലേക്ക് വരികയാണെങ്കിൽ വാദങ്ങൾ കേൾക്കുക മാത്രമാണല്ലോ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. വിധിയിലേക്ക് വന്നിട്ടില്ല. വിധിക്ക് ഇനിയും ഒരാഴ്ച കാത്തിരിക്കേണ്ടി വരും. ഒരാഴ്ചക്കകം മറ്റു വാദങ്ങൾ എഴുതിത്തരാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിധി പ്രതികൂലമാവുകയാണെങ്കിൽ ബിന്ദു എന്തായിരിക്കും സമീപനം? നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് കോൺസ്റ്റിറ്റ്യൂഷനെ ഉയർത്തിപ്പിടിക്കുന്ന ഞാൻ, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെ ഉയർത്തിപ്പിടിക്കുന്ന ഞാൻ സുപ്രീം കോടതിയുടെ വിധി അംഗീകരിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് ഉള്ള ഒരുപാട് ജനങ്ങൾ സുപ്രീം കോടതിയും ഇവിടുത്തെ നിയമവാഴ്ചയും അംഗീകരിക്കുന്ന ആളുകൾ അത് അംഗീകരിക്കും. പക്ഷേ ഈ രാഹുൽ ഈശ്വരൻ, ഇതിനകത്ത് പങ്കെടുക്കുന്ന മറ്റാളുകൾ, ഇവരൊക്കെ തന്നെ ഈ സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചൊരു വിധി വന്നാൽ, പഴയ വിധിയിൽ മാറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു വിധി വന്നു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞ ഓർഡിനൻസ് ആയിട്ട്. രാഹുൽ ഈശ്വർ കളവ് പറയാണ്. കാരണം ഇവിടെ ഈ ബേസിക് സ്ട്രക്ചർ ആണ് കേശവാനന്ദ ഭാരതിയിൽ ജ്യോതികുമാർ ചാമക്കല, ഈ കുംഭമാസ പൂജകൾക്കായി വീണ്ടും നട തുറക്കാനിരിക്കുകയാണ് 12-ാം തീയതി.
13-ന് പാർലമെന്റ് സമ്മേളനം അവസാനിക്കുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഈ ഓർഡിനൻസ് കൊണ്ടുവരിക, ഇതിപ്പോൾ വിധി മറിച്ചായിരുന്നെങ്കിൽ ഓർഡിനൻസ് എന്നായിരുന്നു ലക്ഷ്യം എന്നൊക്കെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവരികയായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അതിനെ പിന്തുണയ്ക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമായിരുന്നു. അതൊരു വല്ലാത്ത അവസ്ഥയായിരിക്കില്ല. അങ്ങനെയല്ല, അങ്ങനെയല്ല. വല്ലാതെ ചോദ്യമാണ്. അല്ല, ഗോവിന്ദ ഭാഷയിൽ ഇതിനകത്തൊന്നും കാര്യമില്ലല്ലോ. കാരണം അവിടെ 4 MP വെച്ചോണ്ട് എന്ത് ചെയ്യാനാണ്? 4 MP വെച്ചോണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്ന പറയുന്നത്? അല്ല, ആയിക്കോട്ടെ, 4 അടയ്ക്കുന്നത് 44 അടയ്ക്കുന്നത് നിങ്ങളുടെ ഈ പുച്ഛവും നിങ്ങളുടെ ഈ അഹങ്കാരവും ധാർഷ്ട്യവും ധിക്കാരമുണ്ടല്ലോ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, കേരളത്തിലെ മുഴുവൻ ആളുകളും കണ്ടുകൊണ്ടിരിക്കുക. അതിന് കാലം തിരിച്ചടി തരും. കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും അവസാനത്തെ CPM മുഖ്യമന്ത്രിയാവും പിണറായി വിജയൻ എന്ന് സ്വയം തീരുമാനിച്ചാൽ ഗോവിന്ദ മാഷ് വിചാരിച്ചാൽ പോലും അദ്ദേഹത്തെ സംരക്ഷിക്കാനാകില്ല, അദ്ദേഹത്തെ രക്ഷിക്കാനാകില്ല. അങ്ങനെ ആയിപ്പോഴും. നിങ്ങൾ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്ന കാലം വരും, ഒരു സംശയവും വേണ്ട. ഇവിടെ പറഞ്ഞ നിങ്ങൾക്ക് ഒരാളെ ജയിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഇനി ഞാൻ അതിലേക്ക് വരികയാണ്. ഓർഡിനൻസിനെ കുറിച്ച് ഇവിടെ BJP തട്ടിപ്പ് നടത്തുകയാണ്. ഒരു സംശയം വേണ്ട, BJP തട്ടിപ്പെടുത്താണെന്ന്. ഇപ്പോൾ 10% സാമ്പത്തിക സമ്മർദ്ദം കൊണ്ടുവരുന്ന കാര്യത്തിൽ അവർ അപ്പോഴേ ഓർഡിനൻസ് കൊണ്ടുവന്നല്ലോ. അവർ നിയമനിർമ്മാണം ഈ പാർലമെന്റിൽ നടത്താമായിരുന്നല്ലോ. എന്തുകൊണ്ട് നടത്തുന്നില്ല? അവർക്ക് അതിനുള്ള അവകാശമുണ്ടല്ലോ, അവർക്ക് അതിന് മൂവ്മെന്റ് നടത്താമായിരുന്നല്ലോ, ചെയ്യുന്നില്ല. അവർക്ക് ഈ വിഷയം ഇവിടെ കത്തി നിൽക്കണമെന്ന് BJPയുടെ ആവശ്യമാണ്. അത് തന്നെയാണ് CPMന്റെ ആവശ്യം. CPMഉം BJPയും പരസ്പരം ഇത്തരത്തിൽ ഈ വിഷയത്തെ ഇങ്ങനെ ജ്വലിപ്പിച്ച് നിർത്തി ഒരിക്കലും പരിഹരിക്കപ്പെടാത്ത ഒരു വിഷയമാക്കി നിലനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നു. RSSനെ ശക്തിപ്പെടുത്തുവാൻ CPM ശ്രമിക്കുന്നു. എന്ത് സംഭവിച്ചാലും കേരളത്തിലെ ജനങ്ങൾക്ക് അല്ല ഞാൻ താങ്കളോട് സംസാരിക്കാൻ വന്നില്ലല്ലോ. നിങ്ങൾ കൂടുതൽ അപ്പോ ഞാൻ അതിനകത്ത് കൃത്യമായി പറയുന്നു, ഇതിനകത്ത് BJPയും CPMഉം പരസ്പരം സഹകരിച്ചുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ മാനം ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഒരു സംശയവും വേണ്ട, കേരളത്തിൽ ഇത് വിലപ്പോകില്ല. CPMനെ സംബന്ധിച്ച് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ നഷ്ടബോധം നിങ്ങൾക്ക് കൃത്യമായി ബോധ്യമാകും ഒരു ഭാഗത്ത്. മറുഭാഗത്ത് RSSനെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളെ, ഇത്തരത്തിൽ വിശ്വാസികളെ വഞ്ചിക്കാൻ, അതായത് അക്രമ സമരത്തിലൂടെ അവരെ കൂടെ നിർത്താമെന്ന് വിചാരിച്ചാൽ ആരും നിൽക്കില്ല. ജനാധിപത്യ വിശ്വാസികൾ, യഥാർത്ഥ ഭക്തർ, ആ ഭക്തർ ആരെന്ന് ഗോവിന്ദ മാഷിന് സംശയമുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങ് ചെല്ലുമ്പോൾ ഞാൻ CPMകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ ചൂലെടുക്കുന്നവരാണ് യഥാർത്ഥ ഭക്തർ. അത് അങ്ങേക്ക് ബോധ്യമാകും. മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ശ്രീ എം വി ഗോവിന്ദൻ, അതിരൂക്ഷമായ വിമർശനങ്ങൾക്ക് താങ്കൾക്ക് മറുപടി നൽകാം. ഈ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരാണ് ഭക്തരെന്ന് CPMന് മനസ്സിലാവും? ഒരു സംശയമില്ല ആ കാര്യത്തിൽ. ഇപ്പോൾ NSSൻ്റെയോ അതുപോലുള്ള ചില പ്രമാണിമാരുടെയോ വോട്ട് കൂടി വാങ്ങി കോൺഗ്രസിനും BJPക്കും, അങ്ങനെയാണ് ഇപ്പോൾ രണ്ടാളും ചേർന്നുകൊണ്ട് ഒരു കളി കളിക്കാം എന്നാണ് ധരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇത്ര ഉറപ്പോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ഞാൻ ആദ്യം രാഹുൽ ഈശ്വർ പറഞ്ഞതിന് മറുപടി പറഞ്ഞിട്ട് മറ്റൊരു കിടക്കാം. ഒന്നാമത്തെ കാര്യം, രാഹുൽ ഈശ്വർ പറയുന്നത് ഈ കോടതി വിധി എന്തായാലും എന്ന് പറഞ്ഞാൽ എതിരായാലും അനുകൂലമായാലും പിന്നെ വേറെ പ്രശ്നമില്ല. എതിരായിട്ട് വരികയാണെങ്കിൽ കോടതിക്ക് പകരം ഓർഡിനൻസിന് പകരം നിയമനിർമ്മാണവും നടത്തുന്നതാണ്. അതിന് കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അമിത്ഷായും നരേന്ദ്രമോദിയും എന്നാണ് പറഞ്ഞു വെച്ചത്. അതിന് പിന്തുണ നൽകുന്ന സമീപനമാണ് KC വേണുഗോപാൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യവും പറഞ്ഞു വെച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന മൃദു ഹിന്ദുത്വ നിലപാടും വർഗീയ നിലപാടും രണ്ടും ചേർന്നുകൊണ്ട് ഈ ശബരിമല ഉപയോഗിച്ച് ഇന്ത്യൻ രാഷ്ട്രീയം ഗൗരവതരമായിട്ട് കണ്ട, അല്ലെങ്കിൽ ഇന്ത്യ സമൂഹം മുഴുവൻ കാണുന്ന ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കൽ ഉൾപ്പെടെയുള്ള കാര്യത്തിൻ്റെ മേലെ ഒരു നിയമനിർമ്മാണത്തിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ഒരു ഓർഡിനൻസിലേക്ക് പോകാനുള്ള സൗകര്യം കൊടുക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാവും എന്ന ഒരു തെറ്റിദ്ധാരണയും ഉള്ള ആളല്ല ഞാൻ. കാരണം ഇനി നരേന്ദ്രമോദിക്കോ അതുപോലെ തന്നെ അമിത്ഷാക്കോ ഇന്നത്തെ പാർലമെൻറ്റ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഏപ്രിൽ മെയ് മാസം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു കാര്യവും അതിൻ്റെ മേലെ നിർവഹിക്കാനാവില്ല എന്ന കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ എന്താണോ കോടതി വിധി, ആ കോടതി വിധി എല്ലാവരും അംഗീകരിക്കാൻ ബാധ്യസ്ഥരാകും. അത് അനുകൂലമായാലും പ്രതികൂലമായാലും. എന്നെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായാൽ, അതായത് ഈ വിധിക്ക് അനുകൂലമാണെങ്കിൽ പിന്നെ അത് അതേ രീതിയിൽ, ഇനി അനുകൂലമല്ല എങ്കിൽ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് അത് നടപ്പിലാക്കാൻ ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. അപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായത്തിൽ നിന്നുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ നിലപാട് നടപ്പിലാക്കാൻ ഒറ്റ കാര്യം. അതായത് ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ വെല്ലുവിളി ഉയർത്തുകയുണ്ടായി.
ഞങ്ങൾക്ക് ഇവിടെ വമ്പിച്ച രീതിയിലുള്ള ഭൂരിപക്ഷത്തോട് വരാൻ പോവാണ്. നിങ്ങൾക്ക് 4 സീറ്റ് മാത്രമേ കിട്ടുള്ളൂ. 44 സീറ്റേ കോൺഗ്രസിന് ഇപ്പോൾ നിലവിലുള്ളൂ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. വനിതാമതിലിന്റെ പ്രധാന സംഘാടകനായ ശ്രീ വെള്ളാപ്പള്ളി നരേശൻ, ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന വനിതാമതിൽ നിന്ന വെള്ളാപ്പള്ളി നരേശൻ സാർ, വിശ്വാസികൾ ഞങ്ങളോടൊപ്പം ശബരിമലയിൽ നിലപാടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യ ഞങ്ങളെ ചതിച്ചതുപോലെയാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മകനും ശ്രീ സുഗതൻജിയും അടക്കം, അദ്ദേഹത്തിന് നവോത്ഥാന നായകനാണ്, അവരടക്കം വിശ്വാസികളുടെ കൂടെയാണെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അദ്ദേഹത്തോട് രാഷ്ട്രീയപരമായ ഒരു പോയിന്റും കൂടെ, ഗോവിന്ദൻ മാസ്റ്റർ എത്ര പേടിപ്പിച്ചാലും ഈ നാട്ടിലെ മുസ്ലിങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല. അവർ UDF-നും മുസ്ലിം ലീഗിനും കോൺഗ്രസിനെ വോട്ട് ചെയ്യൂ. അതുകൊണ്ട് ഈ ബാക്കിയുള്ള കുറച്ച് SDP-യുടെ വോട്ട് മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ. തിരുവിതാംകൂറിലെ നായന്മാരിലെ BJP-യിലോട്ട് കൊണ്ടുപോയ കോൺഗ്രസ് വീക്കാകും. എന്നിട്ട് മലബാറിലെ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഭരണ തുടർച്ച ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾക്ക് BJP എന്നല്ല, ഞങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതീക്ഷയുണ്ട്, ഇന്ത്യൻ പാർലമെന്റിൽ പ്രതീക്ഷയുണ്ട്. രാജ്യത്തെ 2 പ്രമുഖ പാർട്ടികളും ഒരുമിച്ച് നിന്ന് ഈ ശബരിമല വിഷയത്തിൽ വിശ്വാസികളോടൊപ്പം, എല്ലാ വിശ്വാസങ്ങൾക്കും ഒപ്പം, കാര്യം ശബരിമല മതസൗഹാർദ്ദവും ബഹുസ്വരതയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ്. ആ രീതിയിൽ ശബരിമലയുടെ മഹത്വം ഇന്ത്യൻ ബഹുസ്വരത തന്നെയാണ്, ഗാന്ധിയൻ മാർഗമാണ്. അതിൽ ശബരിമല പോരാടി ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഓരോ വിശ്വാസം. ശരി ബിന്ദു, ക്ഷമിക്കണം, സമയമില്ല ഇനി. ഏതായാലും ശബരിമല ചർച്ചകൾ ഏതായാലും ഇന്നത്തോടെ അവസാനിക്കുന്നുമില്ല. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുകയാണ്.